ബലഹീനതയുടെ ബലമാണ് ഉയർത്തെഴുന്നേൽപ്പ്. ആവർത്തിക്കട്ടെ, ബലഹീനതയുടെ ബലമാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഏവർക്കും സ്വാഗതം. നാം ലോകത്തെമ്പാടും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്തിട്ട് മണിക്കൂറുകൾ ആകുന്നതേയുള്ളൂ. ഇത് സംബന്ധമായ അനവധി പരാമർശങ്ങൾ ലോകത്തെമ്പാടും നടന്നിട്ടുണ്ട് എന്നത് നിശ്ചയമാണ്. എന്നാൽ സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ, എന്നാൽ ചരിത്രത്തോടും വേദപുസ്തകത്തോടും ഏറ്റവും അധികം നീതി പാലിക്കാവുന്ന ഒരു സമീപനം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. അത് വളരെ ലളിതമായ ആദ്യമേ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. ഒന്ന്, ശക്തി പ്രകടനത്തിൻ്റെ അല്ലെങ്കിൽ ശക്തി പ്രകടനത്തിൽ കൂടെ, ശക്തി പ്രയോഗത്തിൽ കൂടെ മനുഷ്യർ നേടിയെടുക്കുന്ന കൈനേട്ടങ്ങളുടെ ആഘോഷം. രണ്ട്, ബലഹീനതയിൽ കൂടെ മാത്രം സാധ്യമാകുന്ന നേട്ടങ്ങളുടെ ആഘോഷം. ഈ രണ്ടാം തരത്തിലുള്ള ആഘോഷങ്ങളെപ്പറ്റി ഒരു പക്ഷേ ആരും പരാമർശിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുകയില്ല. കാരണം ഈ ലോകം യഥാർത്ഥത്തിൽ കാംക്ഷിക്കുന്നതും ആരാധിക്കുന്നതും ശക്തിയെയാണ്. അങ്ങനെ ഹിന്ദുമതത്തിൽ ഒരു ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്, ശക്തി, ഗോഡസ് ശക്തി, ദുർഗ. എന്നാൽ വേദപുസ്തകത്തിൽ കൂടെ വെളിപ്പെട്ട് വരുന്ന ദൈവസങ്കല്പത്തിൽ ശക്തി ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവവിശേഷമല്ല. ദൈവത്തിൻ്റെ തനതായ സ്വഭാവവിശേഷം ബലഹീനതയാണ് എന്നത് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഞാനത് ഇപ്രകാരം ഇത് പറയാൻ കാര്യം, ക്രിസ്ത്യാനികൾ പൊതുവെ പഴയ നിയമത്തിൽ കാലൂന്നി നിൽക്കുന്നവരും പുതിയ നിയമത്തിലേക്ക് കടക്കുവാൻ മടിക്കുന്നവരുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു പ്രതികരണത്തിൽ, എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു പ്രതികരണത്തിൽ, പുരോഹിതന്മാർ ധരിക്കേണ്ട വസ്ത്രം ഇങ്ങനെയാണ് എന്ന് ദൈവം കൽപ്പിച്ചത് തനിക്ക് അറിവില്ലയോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പുരോഹിതന്മാർ ധരിക്കേണ്ട വസ്ത്രം ഇങ്ങനെയായിരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് തനിക്ക് ബോധ്യമില്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പുതിയ നിയമത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആ മാന്യദേഹത്തിന് ഉത്തരവുണ്ടാകുകയില്ല. പഴയ നിയമത്തിലുണ്ട്, ലേവ്യ പുസ്തകത്തിലുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ യേശു ഈ പൗരോഹിത്യത്തിന് വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വേഷഭൂഷാദികൾ ഇട്ടുകൊണ്ടല്ല തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് വളരെ പ്രകടമായി പുതിയ നിയമം സാക്ഷീകരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ബാധ്യമല്ല. പുരോഹിതന് ഇപ്രകാരമുള്ള വസ്ത്രമിടണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് മനുഷ്യരുടെ സങ്കല്പം. അങ്ങനെയാണ് മനുഷ്യരെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് വളരെ വിശേഷതയുള്ളതും തമാശ നിറഞ്ഞിരിക്കുന്നതുമായ ഒരു വിഷയമാണ്. കൂടുതലായി അത് പ്രതിപാദിക്കുന്നത് ഇപ്പോൾ എൻ്റെ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ഞാനത് തൽക്കാലം മാറ്റിവെക്കുകയാണ്. അപ്പോൾ പഴയ നിയമ സങ്കല്പത്തിൽ ദൈവത്തെപ്പറ്റി പറയുന്ന പരാമർശം ഏറ്റവും കൂടുതൽ ദൈവം ബലവാനാണ്, അവൻ ഏറ്റവും വലിയ യോദ്ധാവാണ്, സ്വന്തം ജനത്തിൻ്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം എപ്പോഴും യുദ്ധം ജയിക്കുന്നവരെ സഹായിക്കുന്നവനാണ്, അവരുടെ ശത്രുക്കളെ കൊന്നൊടുക്കാനായി അവർക്ക് അനുവാദം നൽകുക മാത്രമല്ല അതവരുടെ കടമയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നവനാണ്. ഇങ്ങനെയുള്ള വളരെ കിരാതമായ പ്രാകൃതമായ ആശയങ്ങളാണ് പഴയ നിയമത്തിൽ. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഓരോ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വരൂപിച്ച് വെക്കുന്ന ദൈവസങ്കല്പങ്ങൾ അവൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് മാത്രമായിരിക്കും.
അവൻ്റെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചാണ് മനുഷ്യൻ ദൈവത്തെ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യർ സങ്കല്പിക്കുന്നത് പോലെ ആകണമെന്നില്ല എന്നത് നാം പ്രത്യേകമായി തിരിച്ചറിയണം. ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ, ദാർശനികതയിൽ പറയുന്നത്, ഒരു കുതിരയോട് ദൈവത്തിൻ്റെ പടം വരച്ചാൽ അത് കുതിരയുടെ രൂപത്തിലായിരിക്കും പടം വരച്ച് വെക്കുക. കാരണം കുതിരയുടെ ദൈവസങ്കല്പം അതിനോട് അനുയോജ്യമായിരിക്കും, കഴുതയുടെ സങ്കല്പം അങ്ങനെയായിരിക്കും. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ പഴയ നിയമത്തിൽ യഹൂദൻ ദൈവത്തെ അറിഞ്ഞത് ബലവാനായിട്ടാണ്, സർവശക്തിമാനായിട്ടാണ് എന്നതിൻ്റെ കാര്യം. അന്ന് യഹൂദൻ്റെ അവസ്ഥ ഏതായിരുന്നു? അവൻ്റെ അറിവ് അത്രയേ ഉള്ളായിരുന്നു, അത്ര വിവരമേ അവനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിനപ്പുറത്തോട്ട് ക്രിസ്ത്യാനി പോകരുത് എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു അപമാനം യേശുവിന് നൽകാൻ സാധ്യമല്ല. യേശുവിനെ ഏറ്റവും അടിസ്ഥാനപരമായി ഉപേക്ഷിക്കണമെങ്കിൽ ദൈവം വീരയോദ്ധാവാണ്, അല്ലാത്തൊരു ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രം മതി. നാം പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ഏറ്റവും ശ്രദ്ധേയമായ വ്യത്യാസം, പഴയ നിയമത്തിലെ ദൈവം സർവശക്തിമാനായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ ദൈവം ബലഹീനനായിരുന്നു, എല്ലാ വിധത്തിലും നിസ്സഹായനായിരുന്നു. അവൻ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി അറുക്കപ്പെടേണ്ട കുഞ്ഞാടായിരുന്നു. യാതൊരു വിധത്തിലും സ്വയം സംരക്ഷണത്തിന് പോലും കൂട്ടാക്കാത്ത, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി അനുസരണം തികയ്ക്കുന്ന ദൈവമായിരുന്നു. ഇതാണ് നാം ഇതില്ലാതെ ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണം എന്താണ്? പക്ഷേ എല്ലാ ഞായറാഴ്ചയും വിശ്വാസികളെ കൊണ്ട് തത്ത ചൊല്ലിക്കുന്നത് പോലെ ചൊല്ലിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ ഈ ഒരു ആശയം ഇല്ല. ദൈവം ബലഹീനനാണ്, അത് മനഃപൂർവ്വം ബലഹീനനാണ്. അതായത് ദൈവം ചരിത്രത്തിൽ പ്രവേശിച്ച് മനുഷ്യൻ്റെ അവസ്ഥയോട് ഇടപെടുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവം ഏറ്റെടുത്ത നിബന്ധന താൻ പരിപൂർണമായും ബലഹീനനായിരിക്കും എന്നതാണ്. അതിനൊരു കാരണമുണ്ട്, അതിനൊരു പ്രമാണമുണ്ട്. അതാണ് പ്രധാനമായും നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ പ്രമാണം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചരിത്രത്തെ അല്പം ഒന്ന് ഗൗനിക്കേണ്ടി വരും. നിങ്ങൾ രേഖപ്പെടുത്തിയിട്ട ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ച് നോക്കൂ. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കയ്യൂക്കുള്ളവൻ, ശക്തിയുള്ളവൻ, പ്രബലൻ മറ്റുള്ളവരെ അടിമകളാക്കിയിട്ടേ ഉള്ളൂ. 2, ബലവാന്മാർ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി അപ്രകാരം തുടർന്നു കൊണ്ടുപോകുവാൻ, അതിനെ സംരക്ഷിച്ച് നിലനിർത്തുവാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ അതിന് സ്റ്റേറ്റസ് ക്വോ എന്ന് പറയും. സ്റ്റേറ്റസ് ക്വോ അതായത് ഇപ്പോഴുള്ള അവസ്ഥ, ഇപ്പോഴുള്ള സ്ഥിതി, ഇപ്പോഴുള്ള ആ സംവിധാനം അതുപോലെ തന്നെ തുടർന്നു പോകുക. കാരണം എന്താണ്? ബലവാന്മാരുടെ ലാഭത്തിനും സൗകര്യത്തിനും ഏറ്റവും അനുയോജ്യമായിട്ടാണ് ഇപ്പോഴുള്ള ഈ വ്യവസ്ഥിതി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം, ലോകത്തിൽ എവിടെയെങ്കിലും മനുഷ്യൻ നിയമം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് വരേണ്യവർഗത്തിൻ്റെ ലാഭത്തിനും സൗകര്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി മാത്രമായിരിക്കും. പാവപ്പെട്ടവൻ്റെ നന്മയ്ക്ക് വേണ്ടി നിയമം നിർമ്മിക്കുക അത്ര സാധാരണമായ കാര്യമൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നത് ചരിത്രത്തിൻ്റെ സത്യമാണ്. അത് വെല്ലുവിളിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ ചരിത്രം നമ്മെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബലവാന്മാർ അവരായിരിക്കുന്ന വ്യവസ്ഥിതി, അവരുടെ കീഴെ അവരുടെ സൗകര്യത്തിനും ലാഭത്തിനും പ്രയോജനത്തിനും വേണ്ടി മാത്രം സ്ഥിതി ചെയ്യുന്ന ആ ഒരു വ്യവസ്ഥിതിയെ അല്പം പോലും മാറ്റം വരുത്തുവാൻ അവർ സമ്മതിക്കുകയില്ല. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഹെരോദാവ്. ഹെരോദാവ് എന്തുകൊണ്ടാണ് 2000 നിർദോഷികളായ 5 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ കൊന്നൊടുക്കിയത്? യഹൂദന്മാരുടെ രാജാവായി ഒരു പൈതൽ പിറന്നു. അങ്ങനെ വന്നാൽ ഇപ്പോഴായിരിക്കുന്ന ആ ഒരു വ്യവസ്ഥിതിക്ക് കാര്യമായ മാറ്റം വരും. അങ്ങനെ മാറ്റം വന്നാൽ എനിക്ക് തട്ടുകേടാണ്.
അതുകൊണ്ട് ആ ഒരു സാധ്യത ഉന്മൂലനാശം ചെയ്യുന്നതിന് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും. അതിനുവേണ്ടി 2000 കുഞ്ഞുങ്ങളെ കൊല്ലും. അതാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. ലോകത്തിൽ ഒരിടത്ത് പോലും വരേണ്യവർഗം നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. എന്നാൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ വന്നത് ബലഹീനരിൽ കൂടെയാണ് എന്നത് നാം മനസ്സിലാക്കണം. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ യൂറോപ്പിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ചു. അതിന് വില്യം വിൽബർഫോഴ്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആജീവനാന്തം സമരം ചെയ്യേണ്ടി വന്നു. അദ്ദേഹം സമരം ചെയ്തത് അന്നത്തെ വരേണ്യവർഗത്തോടാണ്. അമേരിക്കയിൽ എബ്രഹാം ലിങ്കൺ കൊല്ലപ്പെട്ടു. അതും സമാനമായ സാഹചര്യം കൊണ്ടാണ്. വരേണ്യവർഗത്തിൻ്റെ സ്ഥാപിത താല്പര്യത്തിന് കോട്ടം വരുത്തുന്നതിന് വേണ്ടി ആരെങ്കിലും ദൈവത്തിൻ്റെ നീതിയും ന്യായവും ഈ ലോകത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ എല്ലാം കൊന്നൊടുക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം ക്രൂശ് സമ്മാനമായി നൽകിയിട്ടുണ്ട്. അതാണ് ക്രൂശിൻ്റെ അർത്ഥം തന്നെ. മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടാകണമെങ്കിൽ അവന് ബലഹീനനായിരിക്കണം. ബലഹീനത 2 വിധത്തിലാണ്, അല്ലെങ്കിൽ 3 വിധത്തിലാണ്. ഒന്ന്, ലിംഗപരമായ ബലഹീനത. അതാണ് വിശുദ്ധ കന്യാമറിയാം എന്ന് പറയുന്നത്. യഹൂദ സംസ്കാരത്തിൽ വളരെയധികം അവശത അനുഭവിച്ചൊരു കൂട്ടരാണ് സ്ത്രീകളെന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് ദൈവം മനുഷ്യരാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ വളരെ അബലയായ, യാതൊരു വിധത്തിലും യാതൊരു സാഹചര്യവും ഭൗതികമായ സാംസ്കാരികമായ കഴിവോ മേന്മയോ ഇല്ലാതിരുന്ന ഒരു കന്യകയെ, മറിയ എന്നവൾക്ക് പേര്, തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ പങ്കാളി ആരായിരുന്നു? ബലഹീനയായ ഒരു സ്ത്രീ. അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ ദൈവം അവളെ തിരഞ്ഞെടുത്തു. അതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഭാരതത്തിൻ്റെ സാഹചര്യത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദുമത കാഴ്ചപ്പാടിൽ വരുമ്പോൾ, ദൈവം അപ്രകാരമുള്ള ഒരു സഹായം ആവശ്യപ്പെടുന്നില്ല. ഇപ്പം മനുഷ്യജാതിയുടെ പിറവിയെപ്പറ്റി ഹിന്ദു കാഴ്ചപ്പാടിലുള്ള ഒരു സങ്കല്പമാണ് ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന്, കയ്യിൽ നിന്ന്, തുടയിൽ നിന്ന്, കാൽപാദത്തിൽ നിന്ന് 4 തരത്തിലുള്ള ആളുകൾ, 4 ശ്രേണിയിലുള്ള ആളുകൾ പിറന്നു. വായിൽ നിന്ന് വന്നത് ബ്രാഹ്മണന്മാർ, കയ്യിൽ നിന്ന് പിറന്നു വീണത് ക്ഷത്രിയന്മാർ, തുടയിൽ നിന്ന് പിറന്നു വീണവർ വൈശ്യന്മാർ, കാൽപാദത്തിൽ നിന്ന് പൊന്തി വന്നവർ ശൂദ്രന്മാർ. അപ്പോൾ ഇത് പണ്ട് കേട്ട ഒരു സ്കൂളിലെ കുട്ടി നിർദോഷിയായി ചോദിച്ചെന്നാണ് കഥയാണ്. ഇതിനകത്ത് അർത്ഥം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഭാര്യയ്ക്ക് എന്തായിരുന്നു ജോലി എന്ന ഒരു പൈതൽ ചോദിച്ചതായിട്ടൊരു കഥയുണ്ട്. അത് നമ്മുടെ പ്രശ്നമല്ല. ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നത്, ദൈവം മനുഷ്യജാതിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ തനിക്ക് തക്ക തുണയായി കണ്ടുപിടിച്ചത് ഒരു സ്ത്രീയാണ്, കന്യാമറിയാം. കന്യാമറിയാം നമ്മുടെ ഏവരുടെയും ബഹുമാനം അർഹിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് കന്യാമറിയാമനെ കച്ചവടച്ചരക്കാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ വേദനയുണ്ട്. അതിൻ്റെ പ്രതിഷേധ സൂചകമായ ചില കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുമായി പങ്കിടുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അത് പോട്ടെ, അത് നമുക്ക് തൽക്കാലം മറക്കാം. ബലഹീനമായത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവം ബലവാന്മാരെ ലജ്ജപ്പെടുത്തുന്നതിന് വേണ്ടി ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ബലഹീനമായത് മാത്രമേ ദൈവത്തിൻ്റെ കയ്യിൽ പ്രവർത്തിക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയുള്ളൂ.
അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ തലചായ്ക്കാൻ ഇടമില്ലാത്തവനാണ് ഈ ലോകത്തിൽ കടന്നു വന്നത് എന്ന് യേശു വളരെ വ്യക്തമായി ആർക്കും മറക്കുവാനോ തെറ്റിദ്ധരിക്കുവാനോ മാർജിനില്ലാത്ത വിധത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ചരിത്രം കണ്ട ഏറ്റവും ബലഹീനനായ വ്യക്തി യേശുവായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്തില്ലേ? ചെയ്തു. അത് ബലഹീനനായവന് മാത്രം ചെയ്യാവുന്ന അത്ഭുത പ്രവൃത്തിയാണ്. ബലഹീനതയ്ക്ക് ഒരു ബലമുണ്ട് എന്നതാണ് ലോകബുദ്ധിയെ കവിയുന്ന ഒരു പരമസത്യം. അതിൻ്റെ പഴയ നിയമ ആവിഷ്കാരമാണ് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം പുസ്തകത്തിലുണ്ട്, അത് നിങ്ങൾക്കറിയാം. അവിടെ ബലഹീനനാണ് വലിയ ബലവാനായ ഗോലിയാത്തിൻ്റെ മേൽ വിജയം കൈവരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ബലഹീനൻ വിജയിച്ചാൽ മാത്രമേ മനുഷ്യജാതിക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ബലവാൻ വിജയിച്ചാൽ അതിൻ്റെ പ്രയോജനം ബലവാന് മാത്രമായിരിക്കും. ഇപ്പോൾ പുടിൻ ജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് സാധാരണ ആളുകൾക്ക് ഒരു പ്രയോജനവുമില്ല. എന്നാൽ ബലഹീനനായ ഒരു വ്യക്തി പുടിൻ്റെ സ്ഥാനത്ത് വിജയിക്കുമെങ്കിൽ ഇപ്പോൾ അടിമത്തത്തിലായിരിക്കുന്ന റഷ്യയിലെ ജനത്തിന് സ്വാതന്ത്ര്യം കണി കാണാൻ സാധിക്കും എന്നതാണ് ചരിത്രത്തിൻ്റെ യുക്തി. അത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം ബലവാന്മാരുടെ പുറകെ പോകുന്നത് കൊണ്ടും ബലവാന്മാരെ കണ്ട് മിഴുക്കസ്യാന്ന് നിൽക്കുന്നത് കൊണ്ടും ബലവാന്മാരെ കണ്ട് വെള്ളമൂറുന്നത് കൊണ്ടും, ഇപ്പോൾ കേരളത്തിലെ മെത്രാന്മാർ ബലവാന്മാരുടെ കാല് പിടിച്ച് കാല് നക്കി നടക്കുന്നത് കൊണ്ടും ഞാൻ പ്രത്യേകമായിട്ടത് പറയുകയാണ്. ഒരു ബലവാൻ്റെയും പുറകെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ വിടുതലിനെപ്പറ്റി അല്പമെങ്കിലും കരുതലുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ പൊതുരംഗത്ത് കാണിക്കുന്ന സംഘടിതമായ അപമാനം, യേശുവിനെ അപമാനിക്കുന്ന പരിപാടി, അതിലടങ്ങിയിരിക്കുന്ന ഭീകരമായ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ആരൊക്കെ ബലവാൻ്റെ കാല് പിടിക്കുന്നുവോ, ആരൊക്കെ ബലത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവോ, പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവർ ഒന്നുകിൽ അടിമകളാകും അല്ലെങ്കിൽ ഭീരുക്കളാകും. യാതൊരു സംശയവും വേണ്ട. ഉദാഹരണമായിട്ട്, നിങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അവിടെ വളരെ ബലവാനായ ഒരു ബോസുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന്, ഈ ബലവാനായ ബോസിനെ ദൈവതുല്യമായി ഭയക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ കാണും. അദ്ദേഹത്തെ കൈമണി അടിക്കുക, അദ്ദേഹം വളിപ്പ് പറയുമ്പോൾ അത് ലോകത്തിലേക്കും വലിയ വിറ്റാണ് എന്ന് പറഞ്ഞ് കുംഭകുലുക്കി ചിരിക്കുക, അദ്ദേഹം പോകുമ്പോൾ മുണ്ടടിച്ചിട്ട് ബഹുമാനം കാണിക്കുക. അങ്ങനെ അദ്ദേഹത്തോടുള്ള ആരാധന സർവ്വവിധത്തിൽ അവതരിപ്പിക്കാൻ പരസ്പരം മത്സരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ അടിമകളായിരിക്കും, അവർ ഭീരുക്കളായിരിക്കും. കാരണം അവർ ശക്തിയെ ആരാധിക്കുന്നു, അവർ ജയത്തെ ആരാധിക്കുന്നു. ബോസ് ആരാണ്? വിജയിച്ചവനാണ്. എന്നാൽ അതേ ഓഫീസിൽ സത്യസന്ധനായ ഒരു പ്യൂണുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ പ്യൂണിനോട് പുച്ഛമായിരിക്കും. എന്നാൽ ഒരു പക്ഷേ നിങ്ങൾ ഭാഗ്യവാന്മാരാണെങ്കിൽ, ഭാഗ്യവതികളാണെങ്കിൽ, നിങ്ങളുടെ ഓഫീസിൽ ആ സത്യസന്ധനായ ആത്മാർത്ഥതയോടുകൂടെ ജോലി ചെയ്യുന്ന പ്യൂണിനെ അവൻ്റെ വ്യക്തിത്വ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന 1-2 പേര് കാണും. അവർ അടിമകളായിരിക്കുകയില്ല, അവർ ഭീരുക്കളുമായിരിക്കുകയില്ല, അവർ മനുഷ്യത്വമുള്ളവരായിരിക്കും. അവരിൽ കൂടെ മാത്രമേ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാകുകയുള്ളൂ. ഇതാണ് ലോകത്തിൻ്റെ മർമ്മം. പക്ഷേ എല്ലാവരും ഉപേക്ഷിക്കുന്ന മർമ്മം ഇത് തന്നെയാണ്. അപ്പോൾ ദയവായി തിരിച്ചറിയുക, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ ഈ കാര്യം മനസ്സിൽ കുറിച്ചു വെക്കണം. നിങ്ങൾ ബലവാന്മാരെ മാനിക്കുന്നു, ആരാധിക്കുന്നു. ബലവാന്മാരെപ്പോഴും വിജയികളാണ്, വിജയശീലാളികളാണ്. അപ്പം ബലത്തെയും വിജയത്തെയും ഒരുമിച്ചാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. ജയിക്കുന്നവനാണ് ബലവാൻ. ബലവാൻ തോറ്റുപോയാൽ ബലഹീനനായി. അപ്പോൾ ബലവും ജയവും ഒരേ നാണയത്തിൻ്റെ 2 മുഖങ്ങളാണ്. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെയാണ് ആരാധിക്കുന്നത് എങ്കിൽ, ഇപ്പം നമ്മുടെ അവസ്ഥ അതാണ്, നിങ്ങൾക്കറിയാം. മാനുഷികമായ ഒരു ഗുണവും വേണ്ട, കയ്യൂക്കുള്ളവൻ,
ജയിക്കുന്നവൻ, മറ്റുള്ള എല്ലാവരെയും പരാജയപ്പെടുത്തുന്നവൻ, ഇരുത്തുന്നവൻ, അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അടിമകളാണ്, നിങ്ങൾ ഭീരുക്കളാണ്, സംശയിക്കേണ്ടത്. ഇതെല്ലാം ഈസ്റ്ററിനോടനുബന്ധിച്ചിട്ടുള്ള ചിന്തകളായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈസ്റ്ററിൻ്റെ ചൂടാറുന്നതിന് മുൻപേ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഏവരുമായി പങ്കിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനിയും നാം യേശുവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശാരണവും നോക്കുമ്പോൾ ലോകത്തിലൊരു മനുഷ്യനും ഇത്രമാത്രം ബലഹീനതയുടെ താഴ്വരയിൽ കൂടെ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നു പോയിട്ടില്ല. പ്രാർത്ഥിക്കാൻ പോയപ്പോൾ മഹാപുരോഹിതൻ്റെയും റോമൻ സാമ്രാജ്യത്തിൻ്റെയും പടയാളികൾ വന്ന് അദ്ദേഹത്തെ പിടിക്കുകയാണ്. പിന്നെ ഒരു കള്ള വിചാരണ നടത്തി കുറ്റമില്ലാന്ന് തെളിഞ്ഞിട്ട് ക്രൂശീകരിക്കാൻ പറയുകയാണ്. ചാട്ടവാറ് കൊണ്ട് അടിച്ച് അവൻ്റെ പുറം കുളവാക്കുകയാണ്. അവൻ്റെ വസ്ത്രം ഊരിയെടുത്ത് അവനെ പരിപൂർണ്ണം നഗ്നനാക്കുകയാണ്. അവനെ ക്രൂശിൽ തറച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഈ ഒരു നിസ്സഹായത, ആ നിസ്സഹായതയിൽ കൂടെ മാത്രമാണ് മനുഷ്യരാശിയുടെ ഉദ്ധാരണം എന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ക്രിസ്ത്യാനി വിളിച്ചു പറയുന്നു. യേശുവിൽ കൂടെ, യേശുവിൻ്റെ രക്ഷിതാവ്, യേശുവിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, യേശു നിന്നെ രക്ഷിച്ച മാർഗം എന്താണ്? ബലഹീനതയുടെ മാർഗമല്ലേ? അല്ലേ? അല്ലാതെ ഹെരോദാവിനെ പോലെ സിംഹാസനത്തിലിരുന്ന്, നമ്മുടെ മെത്രാന്മാർ സിംഹാസനത്തിലിരിക്കുന്നല്ലോ, അതുപോലെ ഇരുന്നാണ് യേശു രക്ഷിച്ചത്. നാം ഇന്നും പണത്തിൻ്റെ ശക്തിയെയും കസേരയുടെ ശക്തിയെയും മാത്രമാണ് ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് മെത്രാനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത്. അപ്പോൾ യേശു ഏത് മർമ്മത്തിൽ പ്രവർത്തിച്ചു എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു ചിന്തയുമില്ല, കരുതലുമില്ല, നാം അല്പം പോലും വില കൽപ്പിക്കുന്നില്ല. അതേസമയം നാം ഉയർത്തെഴുന്നേറ്റിനെ ആഘോഷിക്കും. കാരണം അന്ന് വെള്ളയപ്പം ഇറച്ചിക്കറി തിന്നാവുന്നതിനപ്പുറത്ത് എന്തെങ്കിലും അതിനകത്ത് അർത്ഥം നമ്മൾ കാണുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബലഹീനതയുടെ അതുല്യമായ മനുഷ്യബുദ്ധിയെ കവിയുന്ന ബലത്തിൻ്റെ ആഘോഷമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നത്. തെറ്റിദ്ധരിക്കരുത്. ബലഹീനതയുടെ ബലം, അത് ലോകത്തിന് വിടുതലും പ്രത്യാശയും പുതിയ ആരംഭങ്ങളിലേക്കോ വാതിൽ തുറക്കുന്ന പ്രകാശത്തിൻ്റെ ബലമാണ്. പ്രകാശത്തിന് എന്താണ് ബലം? ബലഹീനതയാണ്. ഒരു പ്രകാശത്തിൻ്റെ കിരണം പോലും നമ്മെ തട്ടിയിട്ട് നമുക്ക് മുറിവേറ്റിട്ടില്ല. പക്ഷേ ആ പ്രകാശത്തിൻ്റെ കിരണം കൊണ്ട് ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. ജീവൻ ഉണർത്തുകയും നിലനിർത്തുകയും വളർത്തുകയും ചെയ്യാനൊരു ബലം വേണം. ആ ബലത്തെ നാം തിരിച്ചറിയുന്നില്ല. ജീവൻ നശിപ്പിക്കാനുള്ള ബലം, അതാണ് നാം തിരിച്ചറിയുന്നത്. ആ ബലം മാത്രം കൈയാളുന്നവരെയാണ് നാം ബഹുമാനിക്കുകയും ഭയക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ജീവൻ നൽകുവാൻ ഒരു ബലം വേണം. ഇപ്പം മെഡിക്കൽ സയൻസിൽ കൂടെ പറഞ്ഞാൽ തന്നെ ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് ഗർഭം ധരിക്കണമെങ്കിൽ അവൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ബലം പുരുഷനുണ്ടാകണം. ഒരു പുരുഷനും സ്ത്രീയും കൂടെ വേഴ്ചയായി അതുകൊണ്ട് അവൾക്ക് കുഞ്ഞുണ്ടാകണമെന്നില്ല. അതിനൊരു ബലം ആവശ്യമാണ്. അത് വാളിൻ്റെ ബലമല്ല, ബോംബിൻ്റെ ബലമല്ല, മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നതിൻ്റെ ബലമല്ല. അത് പ്രകാശത്തിൻ്റെ ബലം പോലെയാണ്. ആ ബലമാണ് യേശു. യേശു ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞാൽ യേശു ലോകത്തിൻ്റെ വാളാണെന്നെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? എൻ്റെ അറിവിലില്ല. യേശു ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ലോകം അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ബലമുണ്ട്, ഒരു ഊക്കുണ്ട്. അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഉടമസ്ഥതയാണ് യേശുവിൻ്റെ വ്യക്തിത്വം എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ നാം യേശുവിനെ അറിയുന്നത് വാളിൻ്റെ ശക്തി. അതാണല്ലോ ക്രിസ്തുമതത്തിൻ്റെ ഏതാണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രൂശിനെ അടയാളമാക്കി യുദ്ധം ചെയ്തപ്പോൾ ജയിച്ചു. അതോടുകൂടെ ക്രിസ്തുമതത്തിൻ്റെ ഭാവി സുരക്ഷിതമായി. ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത്രമാത്രം നാം അന്ധരാണ്. അതാണ് നമ്മുടെ ഇടയിലെ ശാപം. അതുകൊണ്ടാണ് ഒരിക്കലും നമുക്ക് വിടുതലുണ്ടാകാത്തത്. ഇനി അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ.
യേശു പറഞ്ഞു, ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നവനാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ദയവായി തിരിച്ചറിയുക, ലോകത്തിൽ ഒരു ബലവാനും നാളിതുവരെ അടിമകളെ വിടുവിച്ചിട്ടില്ല. ബലവാന്മാർ ആകെ ചെയ്യുന്നത് സ്വാതന്ത്ര്യമുള്ളവരെ കൂടെ അടിമകളാക്കുക എന്നത് മാത്രമാണ്. ഇപ്പോൾ ഫറവോൻ അടിമകളായ ആളുകളെ ദൈവം വിടുവിക്കാനായി മോശ അയക്കുമ്പോൾ 10 തവണ അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് പറഞ്ഞയക്കാൻ അവന് മനസ്സില്ല. കാരണം അവൻ ബലവാനാണ്. അവന് അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തിന് പ്രത്യാശ അയക്കുന്നവരാണ് ഏറ്റവും ബലഹീനനായ മോശ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവൻ കൊട്ടാരത്തിൽ നിന്ന് ജീവനും കൊണ്ട് ഒളിച്ചോടിപ്പോയവനാണ്. അവനെ കണ്ടാൽ കൊന്നുകളയും എന്ന അവസ്ഥയിൽ അതിനേക്കാൾ വലിയ ബലഹീനതയുണ്ട്. അവനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ എവിടെ നോക്കിയാലും ഇതേ മർമ്മം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പ്രവാചകന്മാരാരും തന്നെ സൈന്യാധിപന്മാരായിരുന്നില്ല, രാജാക്കന്മാരായിരുന്നില്ല. അവർ വളരെ വൾണറബിളായിരുന്നു, ബലഹീനരായിരുന്നു. അവരെ ആർക്കും കൊല്ലാമായിരുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പ്രവാചകന്മാരെ കല്ലെറിയുന്നതാണ് നിങ്ങളുടെ ചരിത്രം. കാരണം സത്യത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വാളിൻ്റെ ശക്തി മാത്രം തിരിച്ചറിഞ്ഞ് അതിൽ വെള്ളം മുറി നിൽക്കുമ്പോൾ സത്യത്തിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. സത്യത്തിൻ്റെ ശക്തി എന്താണെന്ന് ചരിത്രത്തിൽ തെളിയിച്ചൊരു നേതാവ് ഭാരതത്തിൻ്റെ മണ്ണിൽ ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി ഞാൻ അഭിമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അഹിംസ, സത്യം. അത് യേശുവിൻ്റെ ആദർശം രാഷ്ട്രീയത്തിൽ ആരെങ്കിലും യഥാർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാത്മാഗാന്ധിയാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു പുസ്തകം റിട്ടൺ ബൈ വൺ മിസ്റ്റർ ഗുപ്ത. ആ പുസ്തകത്തിൻ്റെ പേര് ദ മാസ് മൊബിലൈസേഷൻ ടെക്നിക്സ് ഓഫ് ഗാന്ധി എന്നാണ്. അത് അനേക വർഷങ്ങൾക്ക് മുൻപ് വായിച്ചത് ഈ സമയത്ത് ഓർമ്മ വരുന്നു. അതുകൊണ്ട് എഴുത്തുകാരൻ്റെ പൂർണ്ണ പേരെനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ പുസ്തകത്തിൻ്റെ പേര് തന്നെയാണ് ദ മാസ് മൊബിലൈസേഷൻ ടെക്നിക്സ് ഓഫ് മഹാത്മാഗാന്ധി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കാഴ്ചപ്പാടിൽ സമൂലമായ പരിവർത്തനം ഉണ്ടാകണം. എന്നാൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവരായി തീരുകയുള്ളൂ. ബലവാന്മാരുടെ പുറകെ പോകുന്നവർ ഭീരുക്കളായും അടിമകളായും തീരും. ബലം മനഃപൂർവ്വം ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ അവസ്ഥയോട് താതാത്മ്യം പ്രാപിച്ച് അടിമകളെ വിടുവിക്കുവാനായി ബലഹീനനായി കടന്നു വന്ന രക്ഷിതാവിൻ്റെ പേരാണ് നസ്രയനായ യേശു എന്ന്. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് നാം ആഘോഷിക്കേണ്ടത്. ബലവാന്മാരാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവർ പട്ടുപോയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്നും ഹിറ്റ്ലറും നെപ്പോളിയനും അലക്സാണ്ടർ ചക്രവർത്തിയും ഷാർലിമേനും നമ്മുടെ മുമ്പിൽ കൂടെ കവാത്ത് നടത്തിയനെയും ഒരു ബലവാനും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഉയർത്തെഴുന്നേൽക്കുക എന്നത് ബലഹീനനായ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന, അനുസരണം തികയ്ക്കുന്ന ആളുകളുടെ അവകാശമാണ്. അവർ മാത്രമേ നിത്യതയെ അവകാശമാക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ. അതുകൊണ്ട് ബലവാന്മാരെ ആശ്രയിച്ച് നിൽക്കുന്നവരും കസേരയെ ആരാധിക്കുന്നവരും പണക്കാരെയും കയ്യൂക്കുള്ളവനെയും ദൈവമായി കാണുന്നവരും അവർ അടിമകളാണ്. അവർ സ്വയം ഭീരുത്വത്തിലേക്ക് വഴുതിപ്പോകുന്നവരാണ്. അവർ നിത്യതയുടെ അവകാശികളാകുവാൻ യാതൊരു മർമ്മവുമില്ല. അവർക്ക് യേശുവിൻ്റെ പുനരുത്ഥാനമായി പുനഃബന്ധം പോലുമില്ല എന്ന സത്യം ദയവായി തിരിച്ചറിയണമെന്ന് വിനീതമായി കർത്തൃനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.